ആധാരങ്ങളെയും പുനരാമണ്ണ കണ്ട് തലക്കും പ്രസാരങ്ങളെയും കത്തുകളെയും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തുള്ള ഒരു അമ്പലമാണ്, വിശേഷപ്പെട്ട ഒരു അമ്പലം. ആ അമ്പലത്തിനകത്ത് കയറിയപ്പോൾ കണ്ട കൃഷിയാണ്. പടവലമെല്ലാം നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൃഷി ചെയ്ത് ഇട്ടിരിക്കുന്നു. ഞാൻ അമ്പലത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ശ്രീ ഗോശാല കൃഷ്ണ വിഗ്രഹലബ്ധി സ്മാരക മഹായജ്ഞശാലയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പടവല ഇങ്ങനെ വളർന്നു കിടക്കുന്നു. കാണേണ്ടുന്ന കാഴ്ചയാണ് കൂട്ടുകാരെ. ഞാൻ ഈ അമ്പലത്തിൽ ഇവിടെ ഒരു കല്യാണത്തിന് വന്ന വഴിക്ക് ഈ അമ്പലം അടുത്തുണ്ടെന്നറിഞ്ഞു. അങ്ങനെ ഇവിടെ തൊഴുവാനായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോഴാണ് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അമ്പലത്തിൽ നല്ല വായനയൊക്കെ നടക്കുന്നുണ്ട്. അത് കാരണം ക്ലിയർ ആവത്തില്ല, എങ്കിലും എനിക്കിത് എടുക്കാതെ പോകാൻ പറ്റില്ല കൂട്ടുകാരെ. അതുകൊണ്ടാണ് അങ്ങ് ദൂരെയായിട്ട് നല്ല ജമന്തി പൂക്കളെല്ലാം കൃഷി ഇഷ്ടംപോലെ ജമന്തി, അതുപോലെ തന്നെ വാടാമല്ലി. നല്ല സൂപ്പർ സീനറിയാണ് കൂട്ടുകാരെ. എല്ലാവരും കോട്ടയം വഴി വരുമ്പോൾ ഈ അമ്പലത്തിൽ വന്ന് ഈ സുന്ദരമായ കാഴ്ചകൾ കാണാൻ. ഇഷ്ടംപോലെ വെറൈറ്റി, നല്ല മഞ്ഞ, കടുമഞ്ഞ, വേറെ തെറ്റിപ്പൂവ്, വാടാമല്ലി എന്ന് വേണ്ട പലതരത്തിലുള്ള പുഷ്പങ്ങളെ കൊണ്ട് കൃഷി ചെയ്ത് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നു. അമ്പലത്തിൻ്റെ പണികളും നടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇഷ്ടംപോലെ തുളസി കാളന്തിയിൽ എഴുതി വെച്ചിരിക്കുന്നു കൃഷിയുടെ സ്ഥലത്തിന്. ഇഷ്ടംപോലെ തുളസി ചെടി, അടിപൊളി. വെണ്ടയും ഇഷ്ടംപോലെ വെണ്ടയും നല്ല വെയിലുണ്ട്. റോസയൊക്കെ കാണുന്നുണ്ട്. ഇള എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയെന്ന് അറിയാൻ വയ്യ. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അങ്ങോട്ടൊക്കെ ദൂരോട്ടൊക്കെ വെണ്ട നല്ലതുപോലെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇടവിളയായിട്ടാണ് നട്ടിരിക്കുന്നത്. വായന നടക്കുന്നത് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുമോ എന്തോ കൂട്ടുകാരെ. ഞാനിവിടെ അമ്പലത്തിൽ തൊഴുവാനായിട്ട് വന്നതാണ്. കല്യാണത്തിന് പോകാനായിട്ടാണ് വന്നത് കൂട്ടുകാരെ. അപ്പോഴാണ് ഈ സുന്ദരമായ കാഴ്ച കണ്ടത്. ഇവിടെയാണ് ഗോശാല. ഉണ്ടോ? അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ. ഈ നല്ല കാഴ്ച നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഓക്കെ.